ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കഷ്ടത അതെത്ര കഠിനമാണെങ്കിലും ദൈവം കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. നമ്മുടെ കഷ്ടതയുടെ നടുവിൽ മനുഷ്യർ അടുത്തു വരുന്നത് പോലെയല്ല ദൈവം അടുത്തു വരുന്നത്. ദൈവം അടുത്തു വരുന്നത് നമ്മെ സഹായിക്കുവാനാണ്. ദൈവം അടുത്തു വരുന്നത് നമ്മെ ആശ്വസിപ്പിക്കുവാനാണ്. ദൈവം അടുത്തു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യാനാണ്. യേശുക്രിസ്തുവും കഷ്ടതയുടെ നടുവിൽ ഏറ്റവും അടുത്ത തുണയാണ്. യേശു ജീവനുള്ള ദൈവമാണ്, സത്യദൈവമാണ്. അപ്പോൾ തന്നെ യേശു സർവവ്യാപിയാണ്. ഇന്ന് പകൽ മറ്റാർക്കുമില്ലാത്ത ചില വേദനകൾ, ചില ഭാരങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ കഷ്ടതയിൽ മനുഷ്യർക്ക് നിങ്ങളെ മനസ്സിലാക്കുവാനോ അടുത്തു വരാനോ പരിമിതിയുള്ളപ്പോൾ ഇന്ന് പകൽ യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിക്കാമോ? എന്നെ സഹായിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? തിരുവചനം പറയുന്നു, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മോടടുത്തു വരുന്ന ഈ ദൈവത്തെ പോലെ ഇങ്ങനെ ദൈവം അടുത്തു വരുന്നൊരു ജാതിയുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവം സർവവ്യാപിയാണ്. അവൻ നിങ്ങളുടെ വേദന കാണുന്നവനാണ്. അവൻ അടുത്തു വരുന്ന ദൈവമാണ്. നാം തിരുവെഴുത്തുകളെ പരിശോധിച്ചാൽ യേശു കർത്താവ് നയീനിലെ വിധവയുടെ അടുക്കലേക്ക് ചെന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടതയുടെ നടുവിലാണ്. താൻ സ്നേഹിച്ച് തൻ്റെ ഓമനപുത്രനായ തൻ്റെ മകൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിൻ്റെ വേദനയിൽ വിലാപത്തോടെ ദുഃഖത്തോടെ നിലവിളിക്കുന്ന ആ വിധവയുടെ അടുക്കലേക്ക് യേശു ചെന്നത് അവളെ ആശ്വസിപ്പിക്കാനാണ്, കരയണ്ട എന്ന് പറയാനാണ്. അപ്പോൾ തന്നെ ആശ്വാസം കൊണ്ട് നിർത്തുവാനല്ല, യേശു കർത്താവ് ഒരു പടി കൂടെ മുൻപോട്ട് ചുവട് വെച്ചു. അവൻ ശവമഞ്ചത്തിന്മേൽ തൊട്ടു. ചുമക്കുന്നവർ അവിടെ നിന്നു. യേശു നഷ്ടപ്പെട്ട മകനെ ആ വിധവയ്ക്ക് മടക്കി നൽകുകയാണ്. അതെ, അവൻ അടുത്തു വരുമ്പോൾ ഇന്ന് പകൽ നിനക്കൊരാശ്വാസമുണ്ട്. ആ ആശ്വാസത്തിന്മേൽ നഷ്ടപ്പെട്ട ജീവൻ ദൈവം മടക്കി തരാൻ പോവുകയാണ്. വിശ്വസിക്കുക, യേശുവേ എന്ന് വിളിക്കുക, എന്നെ സഹായിപ്പാൻ ഇറങ്ങി വരണമെന്ന് പറയുക. അതെ, അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. അവൻ സഹായിക്കുന്ന ദൈവമാണ്. ഇന്ന് പകലും അവൻ സഹായിക്കുന്ന ദൈവമാണ്. യേശു കർത്താവ് യായിറോസ് എന്ന പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആ മനുഷ്യൻ്റെ മകൾ മരണപ്പെട്ട് കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിനെ ക്ഷണിക്കണം. ഈ പകൽ യേശുവിനെ ക്ഷണിക്കണം. നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ നിങ്ങൾ യേശുവിനെ ക്ഷണിക്കണം. എല്ലാവരും ആ കുഞ്ഞിൻ്റെ മരണവാർത്ത കേട്ട് വ്യാകുലപ്പെട്ട് ദുഃഖിച്ച് കരയുമ്പോൾ യേശു കർത്താവ് അതൊന്നും കാര്യമാക്കാതെ അവരോട് പറഞ്ഞു, ഭയപ്പെടണ്ട, നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതേ പ്രിയപ്പെട്ടവരെ, അവൻ അടുത്തു വരുന്നത് നിന്നെ സഹായിക്കാനാണ്. നിന്റെ വിഷയം അതെത്ര വലുതാണെങ്കിലും ഇനി ഒരിക്കലും നിന്റെ സഹോദരൻ പുറത്തു വരികയില്ല. അവനൊരു ജീവൻ, അവനൊരു ഉയർപ്പ് ഇനി ഉണ്ടാകത്തില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതുന്ന വിഷയമാണെങ്കിൽ പോലും നീ യേശുവിനെ വിളിച്ചാൽ, യേശുവിനെ ക്ഷണിച്ചാൽ, ലോകം പറയുന്നത് പോലെ അവൻ സംസാരിക്കുകയില്ല. അവൻ നിന്നെ ഭയപ്പെടുത്തുകയില്ല.
യേശു പറഞ്ഞു, അവൾ ഉറങ്ങുകയാണ്. മരിച്ചു കിടക്കുന്ന മകളെ ആ പ്രിയ പിതാവിന് യേശു മടക്കി കൊടുത്തെങ്കിൽ ഇന്ന് പകൽ നീ വിളിക്ക്, യേശുവേ എന്ന് വിളിക്ക്. അവൻ നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ സഹോദരനെ, നിന്റെ പ്രിയപ്പെട്ടവളെ, നിന്റെ പ്രിയപ്പെട്ടവനെ മടക്കി തരുന്ന ദൈവമാണ്. വിളിക്ക്. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ ക്ഷണിക്കുക. അടുത്ത നിമിഷങ്ങളിൽ നിങ്ങൾ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.